ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡ്രോ എ റോംബസ് വിത്ത് ഈച്ച് പെയർ ഓഫ് ലെങ്ത് ഫോർ ദ ഡയഗണൽസ് 6 സെൻറ്റിമീറ്റേഴ്സ് 4 സെൻറ്റിമീറ്റേഴ്സ് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും വികരണങ്ങൾ വരുന്ന തരത്തിൽ നമ്മളൊരു സമഭുജ സമാന്തരികം വരയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം, 6 സെൻറ്റിമീറ്റർ എടുക്കാം അല്ലേ. അപ്പോൾ സ്കെയിൽ എടുത്തു, എന്നിട്ട് അതിൽ 6 സെൻറ്റിമീറ്റേഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിനൊരു ബൈസെക്റ്റ് ചെയ്യണം. ഈ ലൈനിന് നമ്മൾ ബൈസെക്ടർ കൊടുക്കുകയാണ് കേട്ടോ. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, സമഭാഗം ചെയ്യുന്ന രീതിയിൽ സമഭാജി വരയ്ക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ അളവിൽ കൂടുതൽ നമ്മുടെ 6 സെൻറ്റിമീറ്ററിന് എടുത്തുന്നുണ്ടെങ്കിൽ ഒരു 5 or 4 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മളിതുപോലെ എന്താണ് ആർക്ക് അഥവാ ചാമം ഒക്കെ വരച്ചിട്ട് നമ്മളിതുപോലെ ബൈസെക്റ്റ് ചെയ്ത് ലൈൻ വരച്ചു. അപ്പോൾ AB 6 സെൻറ്റിമീറ്റർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ്, അടുത്ത ഡയഗണിൽ 4 സെൻറ്റിമീറ്റർ വേണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് 2 സെൻറ്റിമീറ്ററും താഴോട്ട് 2 സെൻറ്റിമീറ്ററും ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ സ്കെയിലിൽ എടുത്തിട്ട് കോമ്പസിൽ അങ്ങനെ മാർക്ക് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്കെയിലിൽ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ മുകളിലോട്ട് 2 വന്നു, താഴോട്ട് 2 വന്നു. ഇനി ആ 2വിൽ നിന്നും ABയുടെ Aയിലേക്കും Aയിൽ നിന്ന് അടുത്ത് ഞാൻ 2 പോയിൻ്റ് അടയാളപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വരച്ചു. ഇപ്പോൾ എനിക്കിവിടെ ഒരു സമഭുജ സമാന്തരികം, അതായത് റോംബസ് കിട്ടി കേട്ടോ. ഇവിടെ എന്താണ് ABCD എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ AB 6 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ DC അല്ലെങ്കിൽ CD എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും ആയിട്ട് എനിക്ക് കിട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റാണല്ലോ, രണ്ട് ഡയഗണൽസും അതായത് വികരണങ്ങളും സെറ്റായല്ലോ.